ഇവിടുന്ന് നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി അവിടം വരെ പോയിട്ട് റോഡും ബ്ലോക്ക് ചെയ്ത് റെസ്ക്യൂ ഓപ്പറേഷൻസിനെയും ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാക്സിമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ദുരന്തം വരുന്നതിന് മുമ്പായിട്ട് അതിനെതിരെ എത്ര വാണിംഗ് കിട്ടിയാലും നമുക്ക് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം 2011 ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പ്രോപ്പറായിട്ട് വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ടെല്ലാം ഗവൺമെന്റ്സിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിനെ മുഴുവനായിട്ടും ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ക്വാറി പോലുള്ള കമ്പനികളെയൊക്കെ മാക്സിമം കട്ട് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് 2016 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെന്റ്സ് പൈസയുടെ പുറകെയൊക്കെ പോയിട്ട് ഒരു കാര്യവും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടങ്ങൾ വരുത്തി വെച്ചതും നമ്മുടെ ഗവൺമെന്റ്സ് തന്നെയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് പറയുന്ന പോലെ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും റസൽ ജോയി സാറിനെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴത്തേക്കും പക്ഷേ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം മുല്ലപ്പെരിയാർ നമ്മളെല്ലാവരെയും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും.